ഫസ്റ്റ് ടൈം ആണ് എനിക്ക് ഫ്ലവർ തന്നെ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളുള്ളത് ഞാനും അർജുനും വന്നിരിക്കുന്ന ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളിവിടെ എം ജി റോഡിലെ പ്രസ്റ്റീജ് ഗ്രൂപ്പിന്റെ കോംപ്ലക്സിലാണ് വന്നേക്കുന്നത്. ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, രുചിക കോൾ. ഞങ്ങൾ ഒരുമിച്ച് അപ്പോളോ ടൈൽസിലാണ് വർക്ക് ചെയ്യുന്നത്. സോ രുചിക്കയാണ് ബാംഗ്ലൂരിലെ ഫുൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ രുചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഷീ ഡസൻ നോ ദാറ്റ് ഐ എം ഹിയർ. രുചിക ഇസ് കശ്മീരി. അവൾ കശ്മീരിയാണ്. ബേസിക്കലി ജമ്മുവിലാണ് പാരൻസ്, അവളുടെ ഹോമൊക്കെ പാരൻസ് എല്ലാം ഉള്ളത്. അപ്പോൾ രുചി ഞാനൊക്കെ എപ്പോഴും നമ്മൾ എന്തെങ്കിലും മീറ്റിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും മീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം അവിടെ വന്നിരിക്കുന്നത് രുചിക്ക് അറിയില്ല. സോ ഞാനൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വെച്ചു. ഞാനിപ്പോൾ വിളിച്ച് പറഞ്ഞു അവളുടെ ഒരു പാക്കേജ് ഡെലിവറിയുടെ വന്നിട്ടുണ്ട്, കമ്മൻ കളക്ട് എന്ന് പറഞ്ഞിട്ട്. ഷീ ഡസൻ നോ ദാറ്റ് ഐ ആം ഹിയർ. ഷീ ഈസ് കോളിംഗ് മീ. രുചി, ഹലോ. ഞങ്ങളിപ്പോ രുചിനെ കണ്ടു. അർജുനൻ ഫസ്റ്റ് ടൈം അല്ല രുചിനെ മീറ്റ് ചെയ്യുന്നത്. നമ്മള് ഡൽഹിയിൽ പോയപ്പോ രുചിയും ഞാനും പിന്നെ ഇവളും പിന്നെ വേറെ 2 ഫ്രണ്ട്സ്. പേരെന്താ? കാർത്തിക, തമിഴ്നാട്ടിലെ കാർത്തിക, അട്രിജ ഫ്രം കൊൽക്കത്ത. ഇവരെല്ലാവരും അപ്പോളോ ഫ്രണ്ട്സ് ആണ്. ഇവരായിട്ടൊക്കെ നമ്മളൊരു ഔട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഡൽഹിയിൽ വെച്ചിട്ട്. അങ്ങനെ എനിക്ക് പരിചയമുണ്ട്. ഇവരെ 1-2 പേരൊക്കെ എനിക്ക് പരിചയമുണ്ട്. യെസ്. അപ്പോൾ ഡൽഹിയിൽ നമുക്കൊരു അപ്പോളോൻ്റെ ഒരു എന്തോ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ സമയത്ത് ഇവരൊക്കെ അർജുനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അർജുനെ എൻ്റെ കൂടെ കമ്പനി ചെയ്തു ഡൽഹിയിൽ വെച്ച്. അപ്പം അന്നൊന്നും നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള പ്ലാൻ ഇല്ല. എല്ലാവരുടെയും അത് ബ്ലോഗ് ചെയ്തേനെ. സോ അപ്പോൾ രുചിനെ മീറ്റ് ചെയ്തു. ബൈ പറഞ്ഞു. ജസ്റ്റ് രുചിനെ ഒന്ന് മീറ്റ് ചെയ്യുക, സർപ്രൈസ് കൊടുക്കാന്നുള്ള മാത്രം ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. നൗ വി ആർ ഹെഡിങ് ടു. സോ ഇനി നമ്മളിവിടെ ഒരു സാംസങ്ങിൻ്റെ ഒരു ഷോറൂം ഉണ്ടെന്ന് കേട്ടു. സോ അവിടെ നിന്ന് പോയി ഒരു എക്സ്ക്ലൂസീവ് ഷോറൂമാണ്. സോ അവിടെ പോയി എന്തുണ്ടെന്ന് നോക്കിയിട്ട് വരാം. സാംസങ്ങിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. ബ്രിഗേഡ് റോഡിലാണ്, അശോക് നഗറിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് എന്താണെന്നുള്ള കാര്യം നമുക്ക് വിശേഷങ്ങളെല്ലാം അകത്ത് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ സാംസങ്ങിൻ്റെ ഷോറൂമിലാണ്. കറക്റ്റായിട്ട് പറഞ്ഞാൽ നമ്മുടെ ബ്രിഗേഡ് റോഡ് എൻഡാവുന്ന സ്ഥലമുണ്ട്. ആ എൻഡാവുന്ന സ്ഥലത്ത് നിന്ന് നേരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ ഷോറൂം കാണാം. ജസ്റ്റ് സ്റ്റാർബക്സിൻ്റെ ഔട്ട്ലെറ്റിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് നമ്മുടെ സാംസങ്ങിൻ്റെ എക്സ്ക്ലൂസീവ് ഷോറൂം വരുന്നത്. ആൻഡ് യെസ്, ഇതാണ് നമ്മുടെ സാംസങ്ങിൻ്റെ എക്സ്ക്ലൂസീവ് ഷോറൂം. ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് ഒരു സാംസങ്ങിൻ്റെ എക്സ്ക്ലൂസീവ് ഷോറൂം ഇവിടെ നമ്മൾ വരുന്നത് അല്ലേ? യെസ്, സാംസങ് ഗാലക്സി ഷോറൂം. സാംസങ് ഗാലക്സിയുടെ ആഡാണ്, S24 അൾട്രയുടെ ആഡാണ് അവിടെ റൺ ചെയ്യുന്നത്. ലുക്സ് നൈസ്. ഇവിടെ നോക്കുമ്പോൾ തന്നെ ഏകദേശം എനിക്ക് ഒരു വലിയ ഒരു സൈസ് LED, എനിക്കൊരു അനാമോഫിക് ഡിസ്പ്ലേ ഉള്ളൊരു സ്ക്രീൻ നമുക്ക് കാണാൻ കഴിയും സാംസങ്ങിൻ്റെ. സോ ഇതും ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. സാംസങ്ങിൻ്റെ വാച്ചസ് നമുക്ക് വൈഡ് വെറൈറ്റീസ് ഓഫ് വാച്ചസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഗാലക്സി 7 ആണ് തോന്നുന്നു അല്ലേ? അതെ, ഗാലക്സി വാച്ച് 7. അപ്പോൾ ഇപ്പം ഇതിൻ്റെ അകത്ത് കയറി നമ്മൾ ഒരുപാട് ഫോൺ ഡിസ്പ്ലേസ് ഒക്കെ കണ്ടപ്പോൾ എൻ്റെ അർജുനൻ്റെ അവിടുന്ന് ഒരു ഫോൺ നോക്കണം എന്നുള്ള ഒരു രീതിയിൽ സംസാരിക്കുന്നുണ്ട്. സാംസങ്ങിൻ്റെ ഏത് മോഡലാണ് അർജുനേട്ടാ ഇഷ്ടം? ഇല്ല, സാംസങ്ങിൻ്റെ ഫോൺ പർച്ചേസ് ചെയ്യാനല്ല, കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. ഇവിടെ A55 ഗാലക്സി 5G ഉണ്ട്, S23 FE ഉണ്ട്, S23 ഉണ്ട്, പല വെറൈറ്റീസ് ഓഫ് ഫോണുണ്ട്. നമ്മൾ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെയല്ല. നാട്ടിൽ നിന്ന് മാത്രമല്ല, ഏതൊരു വേറെ നമ്മുടെ ഒരു ഫ്രാഞ്ചൈസിയോ അല്ലെങ്കിൽ ഔട്ട്ലെറ്റ്സിലോ കാണുന്നത് പോലെയല്ല. ഇതൊരു ഡയറക്റ്റ് ഔട്ട്ലെറ്റ് ആണ് സാംസങ്ങിൻ്റെ. സോ നമുക്ക് എല്ലാ മോഡൽസും ഇവിടെ അവൈലബിൾ ആണ്. ഒട്ടുമിക്ക എല്ലാ മോഡൽസും നമുക്ക് ഇവിടെ തന്നെ കാണാൻ കഴിയും. ഞാൻ ഐഫോണാണ് യൂസ് ചെയ്യുന്നത്. അല്ല, ഐഫോൺ യൂസർ അല്ല, സ്ട്രോങ്. ഞാൻ ഫോട്ടോസ് വീഡിയോസ് എടുക്കാനും ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് ഐഫോണിലാണ്. എനിക്ക് ഇഷ്ടം ആൻഡ്രോയിഡ് ആണ്. ബേസിക്കലി ഞാൻ ആൻഡ്രോയിഡ് ആണ് യൂസ് ചെയ്യുന്നത്, എനിക്ക് അതാണ് ഇഷ്ടം. ബട്ട് നമ്മൾ ആൻഡ്രോയിഡ് യൂസേഴ്സ് ആണ്. നമ്മൾ ആക്ച്വലി പൊതുവേ ആൻഡ്രോയിഡ് യൂസേഴ്സ് ആണ്. ഈ ഒരു ഐഫോൺ ആക്ച്വലി എടുത്തേക്കുന്നത് വെറുതെ ഫോട്ടോസും അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ എടുക്കാൻ തന്നെയാണ്. കാരണം അത് അത്രയും യൂസ്ഡ് അല്ല. നമ്മൾ ആൻഡ്രോയിഡ് ആണെങ്കിൽ എന്താ പറയുക, ഹാൻഡിയാണ്, സിമ്പിൾ ടു യൂസ്. സോ ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം, അവർ ലൈക്ക് നമ്മൾ എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നതല്ല. പക്ഷേ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ആൻഡ്രോയിഡ് ഫോണാണ്.
അതുകൊണ്ട് നമ്മളത് ഉപയോഗിക്കും. അർജുനന് ഇവിടെ എന്തോ ഒരു പുതിയ ഫീച്ചറായിട്ടുള്ള ഫ്ലിപ്പ് ഫോണിൽ ലാംഗ്വേജ് ട്രാൻസ്ലേറ്ററിനെ പറ്റിയിട്ടോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞു കൊടുക്കുന്നത്. സോ ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ബ്രോഷറിലുള്ള കാര്യങ്ങൾ നമുക്ക് ഫോട്ടോ സെലക്ട് ചെയ്ത് ലാംഗ്വേജ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കന്നഡ, മലയാളം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കൊറിയയിലാണെങ്കിൽ കൊറിയൻ, ഏത് ലാംഗ്വേജിലേക്ക് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ യെസ്, അല്ല അപ്സ്റ്റേഴ്സും ഉണ്ട് കേട്ടോ. അപ്സ്റ്റേഴ്സിലും നല്ലൊരു കൂൾ വൈബുള്ള വൈറ്റ് ബിൽഡിംഗ് ആണ്. ഇൻറ്റീരിയേഴ്സൊക്കെ കാണാൻ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് അവരുടെ പ്രസൻറ്റേഷനൊക്കെ കഴിഞ്ഞപ്പോൾ 2 ഫോൺ ഹോൾഡർ കാണിച്ചറിച്ചു കേട്ടോ. 2 ഫോൺ ഹോൾഡർ തന്നിട്ടുണ്ട്. അവരൊരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ പോലെ 2 ഫോൺ ഹോൾഡേഴ്സ്. പിന്നെന്താ ഇതിന് പറയുന്നത്? ടോക്കൺ ഓഫ് ലവ്. ടോക്കൺ ഓഫ് ലവ് ആയിട്ട് അവർ നമുക്ക് ഫോൺ ഹോൾഡർ ഗാലക്സി AI എന്ന് എഴുതിയിട്ടുണ്ട് അതിൽ. സോ നമ്മളിവിടെ നിന്ന് ഇപ്പോൾ പോവല്ലേ? യെസ്, നമ്മൾ ഇറങ്ങിയാണ്. അങ്ങനെ വേറെ പർച്ചേസോ കാര്യങ്ങളൊന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. ഷോപ്പിംഗ് നാളെ ആയിരിക്കും. ഷോപ്പിംഗ് ഒക്കെ നാളെയാണ്. ഓക്കെ, സോ നാളെ നമ്മുടെ ഫൈനൽ ഡേ ആണ് ബാംഗ്ലൂരിൽ. അതുകൊണ്ട് ഇപ്പോൾ ഷോപ്പിംഗ് എല്ലാം നാളെ തന്നെയാണ്. ഇന്ന് കുറച്ച് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒന്ന് റൗണ്ട് എന്നുള്ളൊരു രീതിയിലോട്ട് വരികയാണ്. അത് കഴിഞ്ഞ് ഷോപ്പിംഗ് എല്ലാം നാളെ വെച്ചേക്കുന്നതിൻ്റെ കാര്യം നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വീട്ടിൽ പോയി പാക്ക് ചെയ്ത് ഇറങ്ങാം. ആ ഒരു രീതിയിലോട്ടാണ്. പക്ഷേ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. നമ്മൾ പബ്ബിൽ പോകാനൊരു പ്ലാൻ ഉണ്ട്. സോ വിൽ സീ വെദർ ഇറ്റ് വിൽ വർക്ക് ഓർ നോട്ട്. നോക്കാം. നമ്മൾ പോയിട്ടുണ്ട് ഇതിന് മുന്നേ ഒരു ന്യൂ ഇയർ ടൈമിൽ നമ്മൾ പബ്ബിൽ പോയിട്ടുണ്ട്. ബട്ട് ദിസ് ടൈം എനിക്ക് പോകണമെന്നുണ്ട്. അർജുന അത്ര മൂടില്ല. ലാസ്റ്റ് ടൈം വന്നപ്പോൾ ലാസ്റ്റ് ടൈം അല്ല, അതിന് മുന്നേ ന്യൂ ഇയർ പോയിട്ടുണ്ട്. ലാസ്റ്റ് ടൈം പക്ഷെ വന്നപ്പോൾ നമ്മൾ പോയിട്ടില്ല. പ്രാവശ്യം പബ്ബിൽ പോകാനുള്ളൊരു മൂഡില്ല. നോക്കാം. എനിക്ക് മൂടുണ്ട്, അർജുന മൂഡ് കുറവാണ്. ലെറ്റ്സ് സീ, നോക്കാം. ഇനി നമ്മളിപ്പോൾ ചേർച്ച് സ്ട്രീറ്റിനടുത്തുള്ള ബ്രിഗേഡ് റോഡിലാണ് ഉള്ളത്. ഞാനും അർജുനും ഉള്ളത്. ബ്രിഗേഡ് റോഡ് നിങ്ങൾ ബാംഗ്ലൂരിയൻസിനൊക്കെ അറിയുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ബാംഗ്ലൂർ വരുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള സ്ഥലമാണ് ബ്രിഗേഡ് റോഡ്. അത് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. കുറച്ച് പോഷ് ഏരിയയാണ് ബ്രിഗേഡ് റോഡ്, അല്ലെങ്കിൽ ബ്രിഗേഡ് റോഡിനകത്തുള്ള ചർച്ച് സ്ട്രീറ്റൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് പോഷ് ഏരിയയാണ്. ഓക്കെ, അപ്പോൾ അവിടെയാണ് ആക്ച്വലി ഈ സ്റ്റാർബക്സും അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ എക്സ്ക്ലൂസീവ് ഷോറൂം എല്ലാം ഉള്ളത്. പിന്നെ അവിടെ തന്നെ നമുക്ക് ഒരു PVRൻ്റെ ഒരു ഫിലിം പ്രസ്റ്റീജ് ഗ്രൂപ്പിൻ്റെ ഒരു ബിൽഡിങ്ങിലാണ് നമുക്ക് PVRൻ്റെ ഒരു തിയേറ്റർ നമുക്കിവിടെ ഉണ്ട്, ഈ ഒരു ബ്രിഗേഡ് റോഡിൽ തന്നെ. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് എന്താ പറയുക ഔട്ട്ലെറ്റ്സ് ഉണ്ട്, പല എന്താ പറയുക റെസ്റ്റോറൻറ്റ് ചെയിൻസ് ഉണ്ട്, പബ്ബുകളുണ്ട്. പബ്ബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പബ്ബുകൾ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ബാംഗ്ലൂർ തന്നെ ഏറ്റവും കൂടുതൽ പബ്ബുള്ള സ്ഥലം എന്ന് വെച്ചാൽ കോർമംഗലയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 50-50 പുറത്തോ പബ്ബുകൾ ആക്ച്വലി കോർമംഗലയിലുണ്ട്. പക്ഷേ ഇവിടെ ബ്രിഗേഡ് റോഡിലും ഉണ്ട്. പക്ഷേ എന്താ പറയുക, ഒരു കംപ്ലീറ്റ്ലി ഒരു പബ് കൈൻഡ് അല്ല, ഒരു റെസ്റ്റോ ബാർ അല്ലെങ്കിൽ ചെറിയ ലോക്കൽ പബ്ബുകളും ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ 2016 മറ്റിവിടെ വന്നപ്പോൾ സമയത്ത് ആദ്യമായിട്ടൊരു പബ്ബിൽ ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നു ബ്രിഗേഡ് റോഡിൽ, എൻ്റെ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ കുറച്ചൊരു പോഷ് ഏരിയ ആണ്. എല്ലാ മേജറായിട്ടുള്ള ഒഫീഷ്യൽ ബിൽഡിങ്സും ഇതെല്ലാം ഈ ബ്രിഗേഡിൻ്റെ പുറത്തോട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് സ്ട്രീറ്റിലും എന്താ പറയുക കമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു സ്ട്രീറ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നടന്ന് കാണാം എന്തൊക്കെയാണെന്നുള്ള കാര്യം. ഓക്കെ, ചലോ. ഓക്കെ, സോ അപ്പോൾ നമ്മളിപ്പോൾ ബ്രിഗേഡ് റോഡിലുള്ള ആ ഒരു ലൈറ്റിങ് കാര്യങ്ങളൊക്കെ സിറ്റിങ്സ് ഉള്ള അതിൽ കൂടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ട്രാഫിക്കാണ് ഇവിടെ. അത്യാവശ്യം നല്ല പോർഷ് ഏരിയയാണ്. ഒരുപാട് ബ്രാൻഡഡ് ഔട്ട്ലെറ്റ്സും അതുപോലെ തന്നെ ഒരുപാട് ലൈറ്റിങ്. റോഡ് മുഴുവൻ ബ്ലോക്കാണ്, നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കാം. ഈ ഒരു ടൈമിങ്ങിൻ്റെ ആയിരിക്കും. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് ഒരു 7 മണിയാണ്. അപ്പോൾ അതിൻ്റേതായ നല്ല തിരക്കുണ്ട്. ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട്, കുറേ ഫുഡ് സ്പോട്ട്സ് ഉണ്ട് ഈ ഒരു ഏരിയയിൽ. സോ ഞങ്ങൾ ഇതിൽ കൂടെ ജസ്റ്റ് ഒരു വാക്കാണ് എടുക്കുന്നത്. ഇപ്പോൾ ഇതാ ഒരു കൊച്ചുകുട്ടി വന്നിട്ട് ഇവിടെ ഫ്ലവേഴ്സ് സെല് ചെയ്യുന്നുണ്ട്. വാട്ട്സ് യുവർ നെയിം? നാം ക്യാ ഹൈ ആപ്കാ? പ്രകാശ്. ഓക്കെ, ഉണ്ട്. ഓ, അർജുനന് ഇതിൽ നിന്ന് ഫ്ലവർ വാങ്ങിയിട്ട് എനിക്ക് തരാനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതിപ്പോൾ എൻ്റെ തന്നെ പൈസ എടുത്തിട്ടാന്ന് തോന്നുന്നു ഫ്ലവർ വാങ്ങിക്കുന്നത്. അത് ഇതിലുണ്ട്, ഈ സിബിലുണ്ടാവും.
യെസ്. റെഡ് കളർ വാങ്ങിക്കുന്നു. റെഡ് കളർ വേണ്ട മോനെ. ആർക്കാ ചേട്ടാ പൂവ്? ആർക്കാണ്? ഓ മലയാളം അറിയോ? ഇല്ല. റെഡ് ഇസ് ബെറ്റർ നോ? रेड सेम रेट? नो नो. रेड का कितना? 50. ओ यू नो मलयालम? எப்படி கத்துக்கிட்ட மலையாளம்? ஆ தெரியாது. தமிழ் தெரியுமா? தமிழ் தெரியும். ஓகே ஓகே. இது யாரு? உன்னோட தம்பியா? பேரண்ட்ஸ் எங்க? ഓ ശരി ശരി. ഓക്കെ ബൈ. അർജുട്ട് ഇത് ആർക്കായി ഫ്ലവർ? ഇത് ആർക്കില്ല, ഇത് നിനക്കാ. ഓ റിയലി? അപ്പൊ എനിക്ക് തോന്നുന്നു അർജുൻ ഇതുവരെ എനിക്ക് പൂവെന്ന് തന്നെ പ്രൊപ്പോസ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഫ്ലവർ തന്നെ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. അർജുട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടതായോ? എനിക്ക് ഒന്നും പറയാനില്ലേ? ഒന്നും പറയാനില്ല ഇത് തരുമ്പോ? എനിക്ക് ഒന്നും പറയാനില്ല. എന്നാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പൊ എന്റെ അർജുൻ എനിക്ക് പൂവൊക്കെ തന്നു. എന്തുകൊണ്ട് അർജുൻ റെഡ് വാങ്ങാതെ ഈ കളർ വാങ്ങിയ? ഡ്രസ്സിന് മാച്ച് ചെയ്യാനാണോ? കാരണം റെഡിനെക്കാട്ടിലും ഒരു 20 രൂപ കുറവായി പോകുന്നത്. അപ്പൊ റെഡിന് എത്ര? 50. 30. അപ്പൊ 20 രൂപ കുറവുള്ളതുകൊണ്ടാണ് അർജുൻ ഇത് വാങ്ങിയത്. ഓക്കെ താങ്ക് യു. ഒരു ഉമ്മ തരാലോ എനിക്ക്? എനിക്കില്ലേ? ശരി. അപ്പോ എനിക്ക് ഡ്രസ്സിന് മാച്ചുള്ള ഒരു പൂവ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ആ കുട്ടി ഓടി വന്നു പൂവ് വാങ്ങാൻ പറഞ്ഞു. കുറെ പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു അർജുൻ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വാങ്ങിയതാ തോന്നുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ബ്രിഗേഡ് റോഡിൽ നിന്ന് ഇപ്പോൾ ചേർച്ച് സ്ട്രീറ്റിലോട്ട് എത്തി. ചേർച്ച് സ്ട്രീറ്റിൽ നിന്ന് ഇവിടെ ഒരുപാട് സ്ട്രീറ്റ് ഷോപ്പിംഗ് ഉണ്ട്. ഡ്രസ്, ഫ്ലവേഴ്സ്, പോട്ട്സ്, പിന്നെ പാനിപൂരി, സ്നാക്സ്, പിന്നെ ക്യാപ്പ്, അങ്ങനെ ഒരുപാട് സെല്ലേഴ്സ് ഉണ്ട്, സ്ട്രീറ്റ് സെല്ലേഴ്സ് ഉണ്ട്. സോ നമ്മളിങ്ങനെ ചർച്ച് സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ ഒരു പണിയില്ലാതെ വെറുതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചാട്സ് ഉള്ള ഒരു കടയിൽ നിന്ന് ഞാനൊരു ആലു ട്വിസ്റ്റർ പറഞ്ഞു. ഇവിടെ ഫ്രഞ്ച് ഫ്രൈസ്, ആലു ട്വിസ്റ്റർ എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വെജിറ്റബിൾ ആണ് പൊട്ടാറ്റോ, അതുപോലെ കോളിഫ്ലവറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ആലു ട്വിസ്റ്റർ നമ്മളിവിടെ പറഞ്ഞിട്ട് അത് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ പറയുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ബ്രേസ്ലെറ്റ് ചെയ്ത് തരുന്ന, ബ്രേസ്ലെറ്റിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള സിമ്പിൾസും അല്ലെങ്കിൽ ലെറ്റേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ബ്രേസ്ലെറ്റ് ചെയ്ത് തരുന്ന ഷോപ്പും ഇത് രണ്ടും ഒരാളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതാണ് എനിക്ക് ആളെപ്പറ്റി ഇഷ്ടപ്പെട്ടൊരു കാര്യം. ഡബിൾ ഹാർഡ് വർക്കിംഗ് എന്നൊക്കെ പറയും. ആളിവിടെ ഇത് കച്ചവടം ഇല്ലാത്ത സമയത്ത്, ഓർഡർ ഇല്ലാത്ത സമയത്ത് ഇപ്പുറത്ത് വന്ന് ബ്രേസ്ലെറ്റിൻ്റെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യും. അത് രണ്ടും തൊട്ടടുത്ത് തന്നെയാണ് ആൾ ഡീൽ ചെയ്യുന്നത്. അതൊരു എനിക്കൊരു സ്പെഷ്യലായിട്ട് തോന്നി, ഒരു വെറൈറ്റി സംഭവമായിട്ട് തോന്നി. അടിപൊളി. താങ്ക് യു. അപ്പം നമ്മളൊരു ആലു ട്വിസ്റ്റർ വാങ്ങിയിട്ടുണ്ട്. നൈസ്. കൊള്ളാം, നല്ല എരിയാണ്. आपका नाम? देवराज. नाइस है, टेस्टी है. Thank you so much. Thank you. Kerala से. Yeah. Nice to meet you too. So his name is Devraj. എനിക്ക് ഇതിലെന്തോ മാഗി മസാല ഉണ്ടോ എന്നൊരു ഡൗട്ട്. മാഗി മസാല നല്ല എരിവുണ്ട്, സ്പൈസിയാണ്, നല്ല എരിവുണ്ട്, സ്പൈസിയാണ്, ക്രിസ്പിയാണ്. എനിക്കിഷ്ടമാണ് സ്പൈസി ആയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു റെസ്റ്റോ ബാറിലാണുള്ളത്. ഒരു പബ്ബല്ല, ബട്ട് റെസ്റ്റോ ബാർ, DJ പരിപാടിയൊക്കെ ഉള്ള റെസ്റ്റോ ബാറിലാണ് വന്നിരിക്കുന്നത്. ഇത് MG റോഡിലുള്ള നോ ലിമിറ്റ്സ് ലോഞ്ച് ആൻഡ് ക്ലബ് ആണ്. സോ അർജുനും ഞാനുമാണ് വന്നിട്ടുള്ളത്. നമ്മൾ ചുമ്മാ ജസ്റ്റ് വൈബ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഒരു റെസ്റ്റോ ബാറിൽ, ബാംഗ്ലൂർ വന്നിട്ട് റെസ്റ്റോ ബാറിൽ വന്നില്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ഡ്രിങ്ക്സ് കഴിക്കില്ല. അർജുനും കഴിക്കില്ല, ഞാനും കുടിക്കില്ല ആൽക്കഹോൾ. നമ്മൾ രണ്ടുപേരും എടുക്കില്ല. പക്ഷെ നമ്മൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് വൈബ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്നാക്സ് കഴിക്കാം എന്നുള്ള രീതിയിൽ വന്നതാണ്.
ക്ലബിൽ നിന്ന് ഇറങ്ങി ലിഫ്റ്റിലാണ്. ഇനി നമ്മൾ വി ആർ ഹെഡിങ് ടു ഹോം. നമ്മൾ കിരഞ്ജന്റെ വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. ഓക്കെ, നമ്മൾ തിരിച്ചു പോവാണ്. ഇപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇപ്പൊ ടൈം എത്ര? ഓൾമോസ്റ്റ് ഒരു 10 o'clock ആയിട്ടുണ്ടാവും. നമ്മൾ എന്താ കഴിച്ചു? ഒരു പാസ്ത കഴിച്ചു, സ്പെഗറ്റി പാസ്ത കഴിച്ചു, ഒരു ചോക്ലേറ്റ് ബ്രൗണി വിത്ത് ഐസ്ക്രീം കഴിച്ചു, ഒരു കോക്ക്. അത് അർജുനൻ കഴിച്ചു, ഞാൻ കഴിച്ചില്ല. ഞാൻ കോക്ക്, അതുപോലെ സ്പ്രൈറ്റ്, പിന്നെന്താ പെപ്സി, കോള, ഇതൊന്നും ഞാൻ കുടിക്കില്ല. എനിക്ക് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. ടേസ്റ്റ് ഇഷ്ടമല്ല, സ്മെല്ല് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കുടിക്കാത്തത്. ആൻഡ് സോ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ആൻഡ് വി ആർ ഹെഡിങ് ഹോം. ഇപ്പോൾ പാർക്കിംഗ് ഏരിയയിലെത്തി. നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോവാണ്. ഓക്കെ, സോ ബൈ. അർജുനൊരു ബൈ പറഞ്ഞേ. ബൈ, ഗുഡ് നൈറ്റ്.